എന്താണ് ചെക്ക കനാലിലെ വെള്ളം കമ്മിയായിട്ടോ. നമ്മുടെ കുറച്ച് ദിവസം നമുക്ക് നല്ല സുഖമായിരുന്നില്ലേ? അപ്പോൾ ഇന്ന് മുതൽ ഇനി കുറച്ച് ദിവസം ഇനി കിണറ കുത്തിയല്ലോ അല്ലേ? അത് ഓർമ്മയില്ല. കിണർ കുത്തിയിട്ടോ. അയ്യോ എനിക്ക് അത് ഓർമ്മ തന്നെ ഇല്ല. അപ്പോൾ ഇനി വെള്ളം അത്ര കമ്മിയായിട്ടില്ല, എന്നാലും കുറച്ച് കമ്മിയായേ. എന്താലേ ഈ മലപ്പുറത്തുള്ള കുറേ കൂട്ടുകാർ മരണപ്പെട്ടില്ലേ? കൂട്ടുകാരല്ല, അമ്മമാരല്ലേ? അമ്മമാരും ടീച്ചേഴ്സ്. അയ്യോ, അത് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു വിഷമല്ലേ? എപ്പോഴാണ് നമുക്ക് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ ഏട്ടാ? പിന്നെന്താ ഒന്ന് ആലോചിക്കുമ്പോൾ വെപ്പ്. അതെ, ടീച്ചറും മാഷും ഉണ്ട്, പിന്നെ അവിടെ കഞ്ഞി വയ്ക്കണ ചേച്ചിയുണ്ട്. എന്താ എന്നിട്ടും മനുഷ്യന്മാർ പഠിക്കണില്ല ചേട്ടാ. ചില സമയത്ത് കണ്ടോ കനാലിലെ വെള്ളം കുറച്ച് എന്താ കൈക്കില തുണി ഉണ്ട് കേട്ടോ തിരുമ്പാൻ. അത് ഈ കൈക്കില തുണി ഉണ്ട്, അത് വേഗം കൊണ്ടുപോയിട്ടില്ലേ തിരുമ്പിയിടണം. ഇങ്ങനെ ഒഴുക്കുള്ള സമയത്ത് തിരുമ്പുകയാണ് പറഞ്ഞാൽ ചില വേഗം വൃത്തിയായി കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മളില്ലേ കുമ്പളവള്ളി കുത്തിയിട്ടതാണ് കേട്ടോ അവിടെ. അത് ഇങ്ങോട്ട് വന്നേക്കണം, ഒരു കയ്പവള്ളി ഇങ്ങോട്ട് കയറി കുമ്പളവള്ളിയും കയറിയിട്ടോ. അങ്ങോട്ട് ഉരുസായതും കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പോഴേ വെള്ളം തുറന്നു വിട്ട് വെച്ചാലേ അടയ്ക്കണില്ലേ വെച്ചിട്ട് അടയ്ക്കലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോഴാണ് സത്യം പറയുക വേനൽക്കാലത്ത് ദാരിദ്ര്യം തീർന്നിട്ട് വെള്ളം എടുക്കണത്. മറ്റേത് നമ്മൾ പേടിച്ചിട്ടാണ് ചേട്ടാ വെള്ളം എടുക്കുക. പാത്രം കഴുകാനൊക്കെ എന്താ ചെയ്യാന്നറിയോ? ഇങ്ങനെ ചെയ്യാറേ ഇല്ല കേട്ടോ. അത്രയും നമ്മൾ പാത്രത്തിലാക്കി കഴുകുകയെ ചെയ്യുള്ളൂ. അപ്പോൾ ജനലൊക്കെ തുറന്നത്രേ ഒരു ശുദ്ധവായു കഴിച്ചിട്ടേ. അപ്പോൾ ചുട്ടിട്ടേ എന്തൊരു ചൂടാച്ചിട്ടാ സാവോ. ഞാനതന്നെ ഇന്നില്ലേ മോരുകൂട്ടാനും ഇന്നലെ വെച്ചതുണ്ട് കേട്ടോ. ഇന്നലെ ഏട്ടനും ഉണ്ടായിരുന്നില്ല, അനിയനും ഉണ്ടായിരുന്നില്ല. അനിയൻ ഇന്നലെ ഉച്ചയ്ക്ക് കഴിക്കാണ്ടായിരുന്നില്ല, ഏട്ടനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മോരുകൂട്ടാൻ ആരും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനാണ് വെച്ചാൽ ഇന്നലെ ഉച്ചയ്ക്ക് ചോറുണ്ടില്ല. ഞാൻ ഒരു 12 മണിയാകുമ്പോൾ ഒരു കഷ്ണം പുട്ടെടുത്ത് കഴിച്ചു. അതുകൊണ്ട് ചോറ് കഴിച്ചില്ല. ബാക്കിക്ക് എന്താ വെള്ളച്ചോറുണ്ടായിരുന്നു ഇന്നലെ രാത്രി കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പം അതൊന്ന് കഞ്ഞിയാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കഞ്ഞി തന്നെ കേട്ടോ രാവിലെ ഒന്ന്. ചായ ഉണ്ടോ? ചൂട് കാരണം ചായയും കൂടി മക്കൾക്ക് വേണ്ട ഏട്ടാ. ചില ആൾക്കാരേ കൂട്ടുകാരേ കമൻ്റ് കൂടെ അവർക്ക് അറിയാണ്ടായിരിക്കും പറയുണ്ടാവേ നമ്മളെന്താ പുതിയ വീടായിട്ടും എന്താ ഇവിടെ താമസിക്കാത്തത്, ഇവിടെ എന്താ ഭക്ഷണം ഉണ്ടാക്കാത്തതെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടി പറയാം. നമുക്ക് എല്ലാ കാര്യവും നമുക്ക് വീഡിയോ കൂടെ പറയാൻ പറ്റില്ല. അതിൽ ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി വേണ്ടി വരും. അത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ അവിടെയും ഇവിടെയും നമ്മൾ ഭക്ഷണം വെച്ചിരുന്നതാണ്. അപ്പോൾ അവിടെ വെക്കുമ്പോൾ കുട്ടികളാണോ പറഞ്ഞാൽ ആരുമില്ലേ? ഞങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ആയിരിക്കും കുട്ടികൾ ചോറ്. അവിടെയും ഇവിടെയും വെച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ഒരുപാട് ദൂരെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ കുട്ടികളെ രണ്ട് സ്ഥലത്ത് വെക്കുക. അപ്പോൾ മക്കൾക്ക് അവർക്ക് അറിവ് വരട്ടെ, അവർക്ക് അറിവ് വന്നിട്ട് അവർ ഇതാവട്ടെ. നമ്മളെന്തിനാ അതിനെ അങ്ങനെ നിൽക്കുന്നത്? ഇപ്പോൾ വിഷുവിൻ്റെ കണി ഒരുക്കണ സമയത്ത് തന്നെ തറവാട് എന്തിനാ 2 വീട്ടിൽ കണി വെക്കുന്നത്? ഒരു വീട്ടിൽ വെച്ചാൽ മതിയെന്ന്. ആ കുഞ്ഞനടക്കം വന്നിട്ട് നമുക്ക് അവിടെ കണി വെക്കണ്ട കേട്ടാ, നമുക്കിവിടെ കണി വെച്ചാൽ മതി കേട്ടോ. ആ കുട്ടികളുടെ ഇത് ഇപ്പോൾ അനിയൻ നമ്മുടെ അടുത്തുള്ളപ്പോൾ കുട്ടികളാണ് പറഞ്ഞത് കുഞ്ഞച്ഛൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ കുഞ്ഞച്ഛന് സങ്കടമായില്ലേ, ഞങ്ങൾ പോയി കിടക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2 പേരുമാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഒത്തൊരുമിച്ച് പോണത് കാണാനല്ലേ നിങ്ങൾക്ക് ഇഷ്ടം? ഞങ്ങളിങ്ങനെ ഇതേപോലെ സ്നേഹത്തോടെ ഒത്തൊരുമിച്ച് അതിൽ ഒരാളുടെ എങ്ങനെ പറയുക, ഒരാൾക്ക് പ്രൈവസി കൊടുക്കാണ്ടോ അല്ലെങ്കിൽ ഒരാളെ എന്താ നമുക്ക് തന്നെ ഇവിടെ ഭരിക്കണം ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവും? ഇവിടുത്തെ പണിയും ചെയ്ത് അവിടുത്തെ പണിയും ചെയ്ത്. അപ്പോൾ എന്താ വെച്ചാൽ അതൊക്കെ നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്താലാണ് നമ്മുടെ ഏതൊരു കാര്യവും വിട്ടുവീഴ്ച ചെയ്താലാണ് മുന്നോട്ട് നല്ല രീതിയിൽ പോകുള്ളൂ. ഇപ്പോൾ സുകന്യ ഉള്ളപ്പോൾ നിങ്ങൾ അവിടെ ഭക്ഷണം വയ്ക്കും. ഞങ്ങളെപ്പോഴും അവിടെ തന്നെ ഭക്ഷണം വയ്ക്കുന്നത്. അല്ലാതെ ചോറിനെ അവിടെ അടുപ്പത്തിട്ടേക്കണ കണ്ടില്ലേ? എന്നിട്ട് ഭക്ഷണം വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരും. അപ്പോൾ എന്തിനാണ് വീട് വെച്ച് പറഞ്ഞു വെച്ചാൽ നമുക്ക് ആരെയും വെറുപ്പിച്ചിട്ട് നമുക്കൊന്നും കിട്ടില്ല എന്ന്. ഈ ഒരു സന്തോഷം എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കണ ഒരു കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം അന്യ വീട്ടിൽ പോയിട്ട് അവർ നിൽക്കുമ്പോൾ ഒരച്ഛനും അമ്മയും അല്ലെങ്കിൽ 2 മക്കളും ഉണ്ടാവും.
അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാണ്ടും തമ്മിത്തല്ലോടിയിട്ടും അങ്ങനെ ജീവിക്കുകയാണോ വേണ്ടത്, അതോ കുറച്ച് ഒരു വിട്ടുവീഴ്ചയിൽ നല്ല രീതിയിൽ ജീവിക്കുകയാണോ വേണ്ടത്? എന്താണ് വേണ്ടത് ശരിക്കും ലേട്ടാ? ആ, അപ്പോൾ അങ്ങനെ എൻ്റെ മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ എന്താ, നിങ്ങളിപ്പോൾ കാണാത്തൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ അനിയൻ്റെ കുട്ടിയാണ് പറഞ്ഞു വെച്ചാൽ കണ്ണുണ്ടായിരുന്നു, എന്താ ഇന്നലെ സിനിമയ്ക്കുണ്ടായിരുന്നു. നമ്മളെന്താ പറഞ്ഞു വെച്ചാൽ അനിയനാണ് പറഞ്ഞു വെച്ചാൽ അവർക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ല. ഇപ്പോൾ വിഷുവിന് അവരുണ്ടായിരുന്നു, അനിയൻ വന്നിരുന്നു. അപ്പോൾ അനിയത്തി പ്രസവിച്ച് കിടക്കല്ലേ, അപ്പോൾ നമ്മളത് അവർക്ക് വീഡിയോയ്ക്ക് വരാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മളത് കാണിച്ചില്ല എന്ന് മാത്രം. പക്ഷെ കുറ്റങ്ങൾ നമുക്കില്ലേ എല്ലാവരും പറയാൻ പറ്റും കേട്ടോ. അതിൻ്റെ നല്ല വശങ്ങൾ നമ്മൾ ഒരിക്കലും ഒരാളുടെയും ചിന്തിക്കില്ല. ഞാൻ ചിന്തിക്കുന്നതാണ്, എൻ്റെ മക്കൾ നാളെ ഒരന്യ വീട്ടിൽ പോയ ഇന്നത്തെ കാര്യമല്ല പറയുന്നത്, നാളെ ഒരു വീട്ടിൽ തെറ്റുകൾ കണ്ടാൽ പ്രതികരിക്കണ്ട എന്നല്ല പറയുന്നത്. അത് ഇട്ടിട്ട് അടിമയെ പോലെ നിൽക്കണം അങ്ങനെയല്ല. പക്ഷേ ഒരച്ഛനമ്മയ്ക്കും ഓരോ സങ്കല്പം ഉണ്ടാവും. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരരുത്. ഞാൻ ചിന്തിക്കുന്ന രീതി അങ്ങനെയാണ് കേട്ടോ. എൻ്റെ രീതികളെ പോലെ എൻ്റെ മക്കളാവണം. കൂടപ്പറപ്പുകളെ സ്നേഹിക്കണം. കൂടപ്പറപ്പുകൾക്ക് നമുക്കൊരു വീട് വന്നു, ഇനി അവിടെ ആരും വേണ്ട, ഞങ്ങൾ മാത്രമാണ്, ഞങ്ങൾ ഒറ്റയ്ക്ക് വെക്കട്ടെ, ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കട്ടെ എന്നല്ല. ഞങ്ങളുടെ വീടും എത്ര വ്യത്യാസമുള്ളൂ എന്നറിയോ? ഒരു എങ്ങനെ പറയാലേട്ടാ, അത്ര അടുത്താണ്. അപ്പോൾ മക്കൾ തീരുമാനിക്കട്ടെ. ഇപ്പോൾ ഒരു ഇത് കൊണ്ടുവരികയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൂട്ടാൻ അവിടെയോ, അപ്പോൾ കുഞ്ഞൻ വന്നു കുഞ്ഞുണ്ണി അമ്മ അതെടുത്തിട്ട് വാ, അമ്മ അതെടുത്തിട്ട് വായോ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഓടുക ചെയ്യാറ്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള പോലെ കുട്ടികൾ നിൽക്കട്ടെ, അല്ലാതെ നമ്മൾ കുട്ടികളോട് നിങ്ങൾ അങ്ങോട്ട് വരരുത്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരരുത്, അങ്ങനെയാണോ പറയേണ്ടത്? അച്ചുവാണ് പൊന്നൂസിനെ കുളിപ്പിച്ച് പുറപ്പിടിപ്പിച്ചിട്ട് അങ്കലവാടിക്ക് കൊണ്ടുപോക്കണ. അമ്മു എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ അമ്മൂന് എന്താ വെച്ചാൽ ഓരോ വെച്ച സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ അമ്മൂന് ദേഷ്യം വരും. അതില്ലാന്ന് പറയില്ല. കുട്ടികളെ ആവശ്യമില്ലാതെ വെറുതെ അടിച്ചു കഴിഞ്ഞ് വെച്ചാൽ അമ്മ പറയാതെ എന്താ വെച്ചാൽ അവൾക്ക് അതിനുള്ള ഇത് വന്നു. അപ്പോൾ അവൾ പറയും എന്തിനാ വൃത്തിയാക്കിയിട്, എത്ര കഷ്ടപ്പെട്ടിട്ട് അവൾ വൃത്തിയാക്കുമ്പോൾ പറയും. പക്ഷെ അത് പറഞ്ഞു വെച്ചാലും ആ കുട്ടിക്ക് സ്നേഹമില്ലായില്ല. ഇപ്പോൾ അപ്പോൾ അല്ലാതെ അവള് ചീത്ത ചെയ്യണ്ട. മൂത്ത കുട്ടി പറഞ്ഞു അങ്ങനെ തന്നെയാ. അവർക്ക് അവര് പക്വത വരുമ്പോ ആ രീതിക്ക് ഒരു പെരുമാറും. ഞാനായപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. നമ്മളിപ്പോ അനിയന്മാരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കരുതിയിരുന്നല്ലേ. നമ്മള് ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രായം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ കാര്യങ്ങൾ ഇടപെടും, അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ നിങ്ങൾ എന്താ ഒരു കാര്യം മാത്രം ചിന്തിക്കുക. എന്താണെന്നറിയോ, നമ്മൾ വീടായി കഴിഞ്ഞാലും ഒത്തൊരുമയോടെ തമ്മിത്തല്ല് കൂടാതെ രണ്ട് വീട്ടുകാരും ഒരുപോലെ ജീവിക്കണില്ലേന്ന് നിങ്ങൾ ചിന്തിക്കുക. എത്ര ഞാൻ പറയട്ടെ, എന്താ നമുക്ക് കുറേ വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ അമ്മൂനോടും അച്ഛനോടും പറയും, നിങ്ങൾ വേറൊരു വീട്ടിൽ പോയി കഴിഞ്ഞു വെച്ചാൽ, ഇനി വേറൊരു ഇടത്ത് പോയി കഴിഞ്ഞാൽ ഇതേപോലെ അനിയന്മാരുണ്ടാവും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കില്ലേ തെറ്റായ ഒരു സന്ദേശം ഞാൻ തരുന്നില്ല അല്ലേട്ടാ. പിന്നെ സുകന്യക്ക് പ്രൈവസി കൊടുക്കണില്ല, ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ അയക്കണില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ അതിന് മറുപടി അറിയണം. സുകന്യക്ക് എന്താണ് ഞാൻ പ്രൈവസി കൊടുക്കാത്തത്? സുകന്യ എൻ്റെ സ്വന്തം അനിയത്തിനേക്കാളും എൻ്റെ മകളെന്ന് പറയാം. അതുപോലെയാണ് അവൾക്ക് ഞാൻ അവിടെ എല്ലാ അധികാരം കൊടുക്കുന്നത്. അവളൊരു പണി ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചീത്ത പറയാറില്ല. ഒരു കാര്യം ഉണ്ടച്ചുട്ടി, ഒരു കാര്യം ഇപ്പോൾ എൻ്റെ അച്ഛൻ ഇങ്ങനെ ഇരിക്കണുണ്ടല്ലേ, അതുപോലെ നിങ്ങൾക്ക് എന്താ ഉള്ളിൽ വെട്ടുന്നത്? ഇപ്പോൾ പുറത്ത് പോയി നഖം വെട്ട്. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നല്ല പടിപ്പുറത്ത് പോയിട്ടാണ് നഖം വെട്ടുക. അതങ്ങനെയാണ്. ഇപ്പോൾ ഉള്ളിൽ വെട്ടാൻ പാടില്ല അച്ചു. അപ്പോൾ അച്ഛമ്മ പറയുന്നേക്കാം വീടിൻ്റെ ഉള്ളിൽ നഖം വെട്ടാൻ പാടില്ല. അപ്പോൾ എന്താണ് അവൾക്ക് പ്രൈവസി ഞാൻ കൊടുക്കാത്തത്? എന്താണ് അവൾക്ക് ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കാത്തത്? അവൾക്ക് ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അവളുടെ ഓരോ കാര്യങ്ങളുണ്ടാവുമല്ലോ, ചെറിയ കുട്ടികളാവുമ്പോൾ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അത് അവൾക്ക് ചെയ്തു കൊടുക്കണതാണോ നിങ്ങളുടെ കണ്ണിൽ തെറ്റായിട്ട് കാണുന്നത്? പിന്നെ പറഞ്ഞു വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു റൂം അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞ പോലെയാണ്. ഇവിടെ ആയിരിക്കും എത്രയും കൂട്ടുകാർ ഇവിടെ വന്നിട്ടുണ്ട്, എത്ര കൂട്ടുകാരെ വന്നു. അതിപ്പോ പ്രൈവസിയോ അല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞാലൊന്നും ജീവിതം അനുഭവിക്കില്ല. പിന്നെ ഓരോരുത്തർക്കും അത് എല്ലാ വ്യക്തികളും ഒരേപോലെ ഒരാൾക്ക് എല്ലാം ആവുന്നുണ്ട്, ഒരാൾക്ക് കുറച്ച്
കമ്മിയാണ് ഒരു കുറവാണെന്ന് പറഞ്ഞു അതിനർത്ഥം അപ്പൊ തള്ളിക്കളയാണോ ചെയ്യേണ്ടത്? നമ്മൾ ഒരാളുടെ കുറവുകൾ അറിഞ്ഞ് ഒരാളെ ചേർത്ത് നിർത്തുമ്പോഴാണ് നമ്മൾ അവരുടെ ഒപ്പം എത്തുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞില്ല എനിക്കെല്ലാം ഉണ്ട് അല്ലെങ്കിൽ എല്ലാം തികഞ്ഞവളാണെന്ന് പറഞ്ഞിട്ട് നീ അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ ഇതാവട്ടെ എന്നല്ലല്ലോ. അപ്പോൾ അവൾക്ക് ഇത്രയും വർഷത്തോളം അവളില്ലേ അടുക്കളയിൽ ഞാനും അമ്മയും ഉള്ളതും കൊണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അവൾക്കൊരു തപ്പൽ വരും, ഓട്ടോമാറ്റിക്കായിട്ട് വരുമ്പോൾ നമ്മൾ അടുത്താവുമ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുമോ? ഇപ്പോൾ എൻ്റെ കുഞ്ഞനാണെന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ പോണില്ല അല്ലെങ്കിൽ ഞങ്ങൾ വലിയമ്മയുടെ കൂടെയാണ്, അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് അവരോട് നിൽക്കണ രീതി കൊണ്ടാണ്. ഇപ്പോൾ പിന്നെന്താ പ്രൈവസി പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഇവിടെ മക്കൾക്ക് സമയത്ത് ഭക്ഷണം ഉണ്ടാക്കണ്ടേ, മക്കളുടെ കാര്യങ്ങൾ നോക്കണ്ടേ, അതിന് ഏതാണ് അവർക്ക് പെട്ടെന്ന് ഏതാണ് കിട്ടുക മക്കളത് നോക്കും. അവരെങ്ങനെ കെയർ ചെയ്യുന്നവരെ ആരാച്ചെങ്കിൽ അവരത് നോക്കും. അവരവര് സുഖം ഏതാ സന്തോഷം ഏതാ. ഇപ്പൊ പെൺകുട്ടികളോടാണ് വെച്ചാൽ അവള് കൂട്ടുകാരുടെ പോലെയാണ്. അമ്മൂനോടും അച്ഛനോടൊക്കെ കൂട്ടുകാർ. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലല്ലേ ഒരു ബുദ്ധിമുട്ടില്ല, ചെയ്തു കൊടുക്കണതിനെ കൊണ്ട് എനിക്ക് യാതൊരു ഒരു പ്രശ്നമില്ല. ഇവിടെ അമ്മ വെച്ചു എങ്ങനെയാണോ അങ്ങനെ തന്നെ അവള്. പിന്നെന്താ ഇപ്പൊ അവള് മാത്രല്ല പല അഭിപ്രായങ്ങൾ തോന്നുന്നുണ്ടാവും, പക്ഷെ ഇതിപ്പോ നമ്മളെ കുടുംബമാണ്. കാണുന്ന ഒരു അഭിപ്രായങ്ങൾ മാത്രം നമ്മുടെ കുടുംബത്തിൽ നടപ്പാക്കാൻ പറ്റും. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറി ചിന്തിക്കാനും മാറി ജീവിക്കാനും ഞങ്ങളെ കൊണ്ട് പറ്റില്ല. കാരണം എനിക്ക് ഇനിയിപ്പോ നിങ്ങൾ ഇത്രയും കാലം ഈ സന്തോഷത്തോടെ നമ്മൾ ജീവിച്ചു. ബാക്കിയുള്ളവരുടെ അഭിപ്രായം കണ്ട് ജീവിക്കുകയാണെങ്കിൽ ആ ശരിയൊന്നും കിട്ടില്ല. കുടുംബം രണ്ടിടത്താവും. ഈ അഭിപ്രായം പറഞ്ഞവരൊക്കെ ചെറുക്കേ ചെയ്യും. ഇപ്പൊ ചിലവര് പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തിനാണ് വീടായിട്ട് പിന്നെയും നിങ്ങൾ കുടുംബം ഒത്തൊരുമിച്ച് പോകണ്ടോ? നമുക്ക് എന്തിനു വീടായെന്നല്ല, എത്ര ആൾക്കാര് കുടുംബ സന്തോഷമായിട്ട് പോകണ്ടോ? എന്താ ഏട്ടങ്ങനെ പറയുമ്പോ ചിലപ്പോ ദേഷ്യപ്പെട്ട് പറയുന്ന പോലെ മൈക്ക് വെക്കാത്തോണ്ട് സൗണ്ട് പറയണമെന്നുള്ളൂ. ദേഷ്യപ്പെട്ട് നമ്മളെ കുടുംബം ഒത്തൊരുമിച്ച് പോവാണ് ഏറ്റവും മെയിൻ. അതാണ് നമ്മളെ ഒരാളും തമ്മിൽ തെറ്റാണ്ട് ഒരാൾക്കും വിഷമം തോന്നാത്ത രീതിക്ക് നമ്മൾ ചേർത്ത് പിടിക്കില്ല എല്ലാരും. ചിലപ്പോ നമുക്ക് അതില് വിഷമങ്ങൾ ഉണ്ടാവാം, ഇല്ലാന്നൊന്നും പറയില്ല. അത് നമ്മളായിട്ട് അങ്ങോട്ട് തിരുത്തിയ സന്തോഷമാണ്. എല്ലാരും വരുമ്പോ കിട്ടുന്ന സന്തോഷം ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ എത്രയോ മടങ്ങാണ്. ഇപ്പൊ പെങ്ങള് മാത്രം പെങ്ങളും കുട്ടികളും വിഷുവിന് വന്നില്ല. അതെന്താ വെച്ചാൽ ഇവിടെ 56 56 വരാന്ന് വിചാരിച്ച് വന്നില്ല. ബാക്കി എല്ലാവരും നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമായി പറഞ്ഞിട്ടാ. എല്ലാവരും പാടെ ഇരുന്ന് എന്താ വൈകുന്നേരത്താണോ ചില കളിച്ച് ചിരിച്ച് പിന്നെന്താ എല്ലാരും കുറച്ച് ഭക്ഷണം കഴിച്ച് അത് എത്ര വീട്ടിലുണ്ടാവും? അത് അഭിപ്രായം പറയുന്നവർ എല്ലാവരും വീട്ടിലുണ്ടാവും. കുറേ വീടുകൾ കൂടെ ഉണ്ട് കേട്ടോ, ചില വീടുകൾ കൂടെ ഇല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറത്തുള്ള സ്നേഹത്തിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെന്താ സത്യം. അപ്പൊ കൊല്ലങ്ങളത് കൊണ്ടുവരുന്നില്ലേ ഒരുപോലെ. അതിപ്പോ അച്ഛനില്ല അമ്മയില്ല ഇതൊന്നും ഇല്ലാണ്ട് നമ്മളിതിനൊന്നും ഒരു കുറവ് വരുത്തില്ല, ഒരു മാറ്റം വരുത്തില്ല. പിന്നെന്താ ആരും നമുക്ക് വേണ്ട. സ്വന്തമായിട്ട് വീടായിട്ട് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് വീട് വന്നാൽ സ്വന്തമായിട്ട് വീടായിട്ടാരും വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് 5 ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കി 5 ആൾക്ക് കട ഉണ്ടാക്കി ഞങ്ങൾ കണിയും കണ്ട് ഞങ്ങൾ കണ്ട സൗകര്യങ്ങളായി. ഇനിയിപ്പോ ആരും വേണ്ട, നമുക്ക് വീടായി നിങ്ങളൊക്കെ ആവശ്യം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്കുള്ളത് എന്തോ അത് എല്ലാവർക്കും വേണമെന്ന് വിചാരിച്ച് നമുക്ക് എല്ലാവർക്കും ജീവിതം വെച്ചും എല്ലാവരും സ്നേഹിച്ച് എല്ലാവരും ചേർപ്പെടുത്തിയിട്ട് നമ്മൾ മുമ്പിക്കുന്നുണ്ട്. അതെന്താ അതിലെന്താ തെറ്റായിട്ട് എന്താ തെറ്റായിട്ട് എന്ത് മെസ്സേജ് നമ്മളായി കൊടുക്കുന്നത്? എനിക്കതാണ് അറിയാത്തത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്കിപ്പോ എന്താ പേരക്കുട്ടിയല്ല നമ്മുടെ മക്കളായാലും നമ്മള് എന്താ 11 പേരുണ്ട് ഞങ്ങൾക്ക്. അന്ന് ഞങ്ങൾ നമ്മളതാ പറയുന്നത്. ഞാൻ എൻ്റെ അമ്മ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ചെയ്യുന്നു കേട്ടോ. എൻ്റെ അമ്മ ഇതേപോലെയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് അനിയനും പറഞ്ഞ കുട്ടിയച്ഛനും അമ്മായി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ അവർ വരുന്ന സമയത്തൊക്കെ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ ഉത്തരവാദിത്തത്തോടെ ചെയ്തിരുന്നു. അത് കണ്ട് നമ്മൾ ഇതിൽ നല്ല വശങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. അതില്ലാന്ന് ഒരിക്കലും പറയില്ല. ഒരു കുടുംബം പിന്നെന്താ എത്രയും മക്കൾക്കോ വരുന്നവർക്കോ തൊടാൻ കൊടുക്കാണ്ട് എത്ര പേര് മാറ്റി. എന്റെ മക്കൾക്ക് എന്ന് പറഞ്ഞ സാർത്ഥത കാണിക്കണ എത്ര പേരുണ്ട്. അപ്പൊ അഭിപ്രായം പറയുന്നവർക്കൊക്കെ പല അഭിപ്രായം പറയാം. ഞങ്ങളുടെ കൺമുമ്പിൽ തന്നെ ഈ പറഞ്ഞ കാര്യം ഞങ്ങളുടെ കൺമുമ്പിൽ തന്നെ നടക്കണ കാര്യങ്ങളാണ്.
എന്താ വെച്ചാൽ പെങ്ങളുടെ മക്കൾ വരിക അല്ലെങ്കിൽ അനിയൻ്റെ മക്കൾ വരുമ്പോൾ റൂമിലേക്ക് എല്ലാ സാധനവും എടുത്ത് അടച്ച് വെച്ച് പൂട്ടി വെച്ച് അവർ വന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറച്ചി മീൻ വാങ്ങി കഴിക്കണം എത്രയോ കുടുംബങ്ങൾ നമുക്കറിയണത് തന്നെയാണ്. അപ്പോൾ അപ്പോൾ അല്ല അപ്പോൾ അവർ ഞാൻ ഒരു അല്ല പോണത്. പിന്നെ ഇത് നമ്മള് ഇതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, അവര് വരുന്ന സമയത്ത് എത്ര പെണ്ണുങ്ങള് വീട്ടിലേക്ക് പോണുണ്ട്, എത്ര ആൾക്കാർ എന്താ വെച്ചാൽ അവര് വരില്ലേ നമുക്ക് എന്താ നിക്കണെന്ന് പറഞ്ഞ് വരില്ല. ചിലപ്പോ തെറ്റ് പോണവരുണ്ടാവും, അവര് പോയി കഴിഞ്ഞിട്ടേ വരുള്ളൂ. ചിലപ്പോ ചെറിയൊരു ഇഷ്ടക്കേടുകളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അല്ല പറഞ്ഞു തീർക്കാൻ പറ്റും ഉണ്ടാവും. വരുന്ന നാത്തൂന് എന്റെ വീട്ടിലേക്ക് എന്നുള്ള ഭാവത്തിലാണ് വരിക. അപ്പൊ കെട്ടിക്കൊണ്ടുവന്നവർ അതിനനുസരിച്ച് അവരുടെ ഭർത്താവിന്റെ വീടും അവരുടെ വീടല്ലേ, അപ്പൊ അവര് ആ ഒരു ഉള്ളിൽ അവരുണ്ടാവും എന്റെ വീടല്ലേ എന്നുള്ളതുണ്ടാവും. അപ്പൊ അതങ്ങനെയൊക്കെ തന്നെ തമ്മിൽ ചേരായ നല്ലുണ്ടാവും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് തന്നെ. ഞാന് ഇതിപ്പോ ഒരു നെഗറ്റീവായിട്ട് പറയലാട്ടോ, കുറെ കൂട്ടുകാർക്ക് ഒരു സംശയമാണ്, കുറെ പേർക്ക് സംശയമാണ്. കാരണം നമ്മൾ ജീവിക്കുന്നത് നല്ല രീതിക്ക് തന്നെ ജീവിക്കുന്നത്, ഒരാൾക്കും ഇപ്പോൾ ഇന്നലെ നമ്മൾ കല്ലടിക്കോട് പോയിട്ട് വരുമ്പോൾ കുട്ടികൾ ചോറ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചെന്തെങ്കിലും വാങ്ങിയിട്ട് വരാം, പാഴ്സൽ വാങ്ങിയിട്ട് വരാൻ പറയുമ്പോൾ കഴിച്ചിട്ട് വരാമെന്നപ്പോൾ മക്കളെ വന്നു, കുഞ്ഞച്ചൻ അവിടെ ഉള്ളതല്ലേ, നമുക്ക് കുഞ്ഞച്ചൻ അങ്ങോട്ട് കൊണ്ടുപോവുക, നമുക്ക് അവിടെ കൊണ്ടുപോയി കഴിക്കുക എന്ന് പറഞ്ഞു. എത്ര മക്കൾ സ്വന്തം കാര്യം നോക്കിയിട്ട് എനിക്ക് അതിലൊക്കെ എൻ്റെ മക്കളെ പറ്റിയിട്ടില്ലേ നല്ലൊരു എങ്ങനെ പറയാ അഭിമാനം തോന്നുന്നുണ്ട്. കാരണം കാരണം ഇപ്പൊ അതന്നെ പറയുന്നത്. അനിയൻ കിടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, അനിയൻ അവിടെ കിടക്കുമ്പോൾ മക്കൾ അവിടെ പോയി കിടക്കുക, അപ്പുറത്തെ റൂമിൽ കിടക്കുക, കുഞ്ഞച്ചൻ ഒറ്റയ്ക്കായി തോന്നണ്ട. ആ ഒരു അത് മതി എനിക്ക്, വേറെ എനിക്കില്ലേ. ഇനിയിപ്പോൾ നെഗറ്റീവായിട്ട് പറഞ്ഞാലും എനിക്കതൊരു പ്രശ്നമായി തോന്നില്ല. പക്ഷേ കുറേ കൂട്ടുകാർ പറയുമ്പോൾ പറയാം നമ്മളുടെ ജീവിതമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, അതിൽ ഏച്ചുകെട്ടലുകളില്ലാണ്ട്. എനിക്കിപ്പോൾ ഇവിടെ മാത്രം നമുക്കറിയാം നമ്മുടെ മക്കള് ആ എത്ര സ്നേഹത്തിൽ അങ്കിടും, അതിപ്പോ അങ്കിടായാലും ശരി അവരും ഇങ്ങിടായാലും ശരി അവര് ഇങ്ങോട്ടും ഉണ്ട്, ഇരട്ടി ഇങ്ങോട്ടും ഉണ്ട്. നമ്മൾ അങ്ങനെ കെയർ ചെയ്യണ്ടേ. നമ്മൾ നേരെ കണ്ടില്ലെങ്കിൽ 1-2 ദിവസം അവരൊന്ന് മാറി നിന്ന് ഞങ്ങളോട് വരുമ്പോൾ അവരുടെ സ്നേഹം ആക്രാന്തം, നമ്മളോടുള്ള സ്നേഹം ആക്രാന്തം എത്രയും നല്ലത് നമുക്കറിയാം. കുറ്റമരുന്നവർക്കൊന്നും ചിലപ്പോൾ അത് മനസ്സിലാവുന്നുണ്ടാവും. നമുക്കത് മതി. നമുക്കുള്ള കരുതലും നമുക്ക് മുതലും അത് തന്നെയാണ്. ഇപ്പോൾ അവർ മാത്രമല്ല, രണ്ടാമത്തെ നമ്മൾ ഒരു ദിവസം കാണിച്ചു, അവൻ ഉണ്ടായിരുന്നു ഇവിടെ എന്താ 2 ദിവസം അല്ലേ, നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ല, അപ്പം ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊന്നും എന്താ പറഞ്ഞു വെച്ചാൽ അവരുടെ നമുക്ക് നമ്മുടേതായ മക്കൾ അപ്പോൾ ഏട്ടൻ്റെ അത് നമുക്ക് നാളേക്കുള്ള മുതൽക്കൂട്ടാക്കാം. കുടുംബത്തിൽ പോയാലും അവർക്ക് ആ പരസ്പരം എല്ലാവരോടുള്ള വിളിക്കാനും പറയാനും അന്വേഷിക്കാനും ഒക്കെ ഉള്ള മനസ്സുണ്ടാവുക എന്നുള്ള വലിയ കാര്യം തന്നെ. പിന്നെ അല്ലാണ്ട് കുറെ പഠിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പഠിച്ചുകൊണ്ട കാര്യമില്ല, അനുഭവങ്ങളുമാണ്. പിന്നെന്താ പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, വീട്ടിൽ പോയിരുന്നില്ലേന്ന് ഞാൻ വിഷുവിൻ്റെ 2 ദിവസം മുമ്പേണ് വീട്ടിൽ പോയി ഏട്ടന്മാരെ കണ്ട് അമ്മയുടെ അടുത്തൊക്കെ പോയിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പപ്പൂനെയും ചാത്തപ്പനെയും വിട്ടിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ സുകന്യയും പോയി, അമ്മയില്ല. ഇനിയിപ്പോൾ അമ്മ വന്നു കഴിഞ്ഞാലാണ് എനിക്ക് ചിലപ്പോൾ 2 ദിവസം പോയി നിൽക്കാൻ പറ്റുള്ളൂ. 4 ദിവസം ആശുപത്രിയിൽ പോയി നിന്ന സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടിരുന്നില്ലേ, നമ്മുടെ വീഡിയോസുകൾ ഇടാതിരുന്നില്ലല്ലോ. അപ്പം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ പോകുന്നുണ്ട് വരുന്നുണ്ട്, പക്ഷെ അതൊന്നും ചിലപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അവിടെ പോയി കഴിയുമ്പോൾ എനിക്ക് ഒന്നും വേണ്ട, സുകന്യ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല പറഞ്ഞു ചോദിച്ചാൽ സുകന്യക്ക് എന്നെ കാണിക്കാതിരിക്കാനേ പറ്റുള്ളൂ. അപ്പം അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ. നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് അവർക്ക് ആർക്കും ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ കാണിക്കാതിരിക്കും. അല്ലാതെ നമ്മളെ പോവാതെ വരാതെ ഒരിക്കലല്ല കേട്ടോ. നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ എല്ലാവരോടും നമുക്ക് സുകന്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ അവളെ താത്തിക്കെട്ടാനോ അവളെ മോശക്കാരിയാക്കാനോ അല്ലെങ്കിൽ മക്കിലത് താത്തിക്കെട്ടാനോ ഒന്നും നമ്മളില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ താത്തിക്കെട്ടി കഴിഞ്ഞാൽ എല്ലാം നശിച്ചുപോകുള്ളൂ. ഞങ്ങൾക്ക് എല്ലാം ഞങ്ങളുടെ മുതലുകൾ തന്നെയാണ്. എന്തോ അത് തന്നെയാണ് നിലനിൽക്കുന്നത്. അല്ല, എല്ലാം ഞങ്ങളുടെ മുതലുകളാണ്, ഞങ്ങളുടെ ജീവനുകളാണ്. അപ്പോൾ സുകന്യയാവട്ടെ, രജിതയാവട്ടെ, നിമ്മിയാവട്ടെ, അതേപോലെ ഏട്ടന്മാരാവട്ടെ, എല്ലാവരും നമ്മുടെയാണ് കേട്ടോ. ഏട്ടന്മാരാവട്ടെ, നമുക്ക് ആരെയും ഒഴിവാക്കാനോ ആരെയും വിട്ടുകളയാനോ നമ്മൾ ചെയ്യില്ല. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ കുറേ കൂട്ടുകാരുടെ സംശയങ്ങളാണ് ഇങ്ങനെ. അപ്പോൾ എന്താണ് ചെയ്യാത്തതെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അല്ല നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് ഒന്നുമല്ല മറുപടി പറയുന്നത്. കാരണം ഞാൻ മൈക്ക് വയ്ക്കാത്തതുകൊണ്ട് സൗണ്ട് പറയുന്നു മാത്രമേ. നിങ്ങൾക്ക് ആർക്കും ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. കാരണം
അതൊക്കെയല്ലേ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ കൂടെ കാരണം നിങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കൂട്ടുകുടുംബം, നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമ കണ്ടിട്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്. അതിൽ ഇടയ്ക്ക് ചില ആൾക്കാർ ഇങ്ങനെ എപ്പോഴും എന്താ പോസിറ്റീവ് മാത്രം പോരല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ നെഗറ്റീവുകളും വരണ്ടേ. ചിലപ്പോൾ ഇത് നെഗറ്റീവ് അല്ല കേട്ടോ, ഇതൊക്കെ എന്താ വെച്ചാൽ അവരുടെ സംശയങ്ങളാണ്. അപ്പൊ നമുക്കത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താ കാരണം നമുക്ക് വീടായി, നിങ്ങളുടെ സപ്പോർട്ട്, നമ്മുടെ ദൈവത്തിൻ്റെ സപ്പോർട്ട്, അതേപോലെ തന്നെ എങ്ങനെ പറയാം നമ്മുടെ അച്ഛനമ്മമാരുടെ സപ്പോർട്ട് എല്ലാം കൂടിയായിട്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഒരാളോട് നന്ദികേട് കാണിക്കുകയും നമ്മൾ അങ്ങനെ ആയി എന്നല്ല, ഇതെല്ലാവരുടെയും വീടാണ്. ഇത് ഏട്ടൻ്റെ അനിയന്മാരുടെയും പെങ്ങളുടെയും എൻ്റെ വീട്ടുകാരുടെയും എല്ലാവരുടെയും. ഇപ്പം നിങ്ങൾ ഓരോരുത്തർ വരികയാണെന്ന് വെച്ചാലും നിങ്ങളുടെ കേലേട്ടാ നമ്മുടെ ഒരു കൂടെപ്പറപ്പ് എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരാന്ന് പറയണ കൊണ്ടല്ലേ ഇപ്പോൾ വരാം. ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരാം. നമുക്ക് എപ്പോഴും നിങ്ങൾ വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. നിങ്ങളുടെ സ്വന്തം കൂടെപ്പറപ്പിന്റെ വീട്ടിലേക്ക് വരുന്ന പോലെ ഞങ്ങളുടെ വിജയം അതായിട്ടാണ് തോന്നുന്നത്. അതിൽ കുറെ എന്താ വെച്ചാൽ 2 വീടുണ്ടെങ്കിലും 2 വീടാണ് എന്നറിയാണ്ട് ഒരുപോലെ ഞങ്ങളത് കൊണ്ട് നടക്കുന്നുണ്ട്. മക്കൾക്കും അത് ഒരുപോലെ തോന്നുന്നുണ്ട്. വീട് മാറുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിതൊന്നായിരിക്കും പോകുന്നൊന്നുമില്ല. അല്ലാണ്ട് നമ്മൾ 2 വീടായിട്ട് 2 കുടുംബമായിട്ട് ജീവിക്കില്ലേ. നമ്മൾക്ക് പറ്റുന്ന കാലം നമ്മളത് 2-3 തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പറ്റുന്നോടത്തോളം കാലം പോട്ടെ, പറ്റുന്നോളം കാലത്തട്ടെ. എന്തായാലേ അമ്മ ഉള്ളിടത്തോളം കാലം അമ്മയുടെ കാലശേഷം ഒക്കെ എന്തായാലും അങ്ങനെ ആവട്ടെ. നമ്മുടെ കുടുംബം തന്നെയല്ലോ, നമ്മുടെ കൂടപ്പിറപ്പുകളും അതൊക്കെ തന്നെയല്ലേ നമ്മുടെ കുടുംബം. അപ്പൊ അവര് സന്തോഷമായിട്ടിരിക്കുമ്പോഴേ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. ചെറിയ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഉണ്ടാവും. എന്തുണ്ട് പറഞ്ഞാലും അതൊക്കെ സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നും എവിടെ ഇല്ല. ഇപ്പൊ നമ്മള് മുഖത്തോട് മുഖം നോക്കി ചിരിച്ച് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളില്ല. അതിനപ്പുറത്തേക്ക് ഒരു പ്രശ്നം ഏത് കുടുംബത്തിലില്ല. പക്ഷെ അതെന്താ വെച്ചാൽ മനസ്സിലാക്കാനും അത് തെറ്റിദ്ധരുത്താനുള്ള മനസ്സിലാകുന്ന അവിടെ എങ്ങനെയാണ് കലഹം കലാപമൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.